بالله من الشيطان الرجيم. أعوذ بالله من كل شيطان وهامات ومن كل عين لامة. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أوحينا إليك كما أوحينا إلى نوح. إنا أوحينا إليك كما أوحينا إلى نوح والنبيين من بعده وأوحينا إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وعيسى وأيوب ويونس وهارون وسليمان وآتينا داود زبورا ورسلا قد قصصناهم عليك من قبل ورسلا لم نقصصهم عليك وكلم الله موسى تكليما. صدق الله العلي العظيم. هم آدم إدريس نوح هود صالح وإبراهيم كل متبع لوط وإسماعيل إسحاق كذا يعقوب يوسف وأيوب اهتدى شعيب هارون وموسى واليسع ذو الكفل داود سليمان اتبع إلياس يونس زكريا يحيى عيسى وطه خاتم داغيا. ഏറ്റവും ആദരം ബഹുമാനം നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂടിയ പോലെ അവൻ്റെ സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മളൊക്കെയും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ. 25 നബിമാരെ കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ സംഭവങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടി തുടങ്ങുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രവാചകന്മാരുടെ ഒരു ചെറിയൊരു ആമുഖം പറഞ്ഞിരുന്നു. നബി എന്ന് പറഞ്ഞാലും റസൂൽ എന്ന് പറഞ്ഞാലും രണ്ടും രണ്ടാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രബോധനം എന്നൊരു ദൗത്യം കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോഴേ റസൂലാകുന്നു. അവൻ നബി അംബിയാ മുർസലുകളിൽ 1,24,000 വരുന്ന നബിമാരിൽ 313 ആൾക്കാർ മാത്രമേ റസൂലുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നബിയാണ്. അപ്പോൾ നബീനേക്കാളും ശ്രേഷ്ഠത റസൂലിനേക്കാണ്. ഈ 313 മുർസലിങ്ങളിൽ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത 5 പേരെയാണ് നമ്മൾ ഉലുൽ അസ്മുകൾ എന്ന് പറയുന്നത്. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റസുൽ എന്ന് ഖുർആനിൽ സൂറത്തുൽ അഹ്ഖാഫിൽ കാണാം. ഇവരിൽ ഈ 5 പേരിലും ഏറ്റവും ശ്രേഷ്ഠരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 പേരിൽ കാലക്രമം അനുസരിച്ച് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, പിന്നെ മൂസ നബി അലൈഹി സ്വലാം, പിന്നെ ഈസ നബി അലൈഹി സ്വലാം, പിന്നെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാലക്രമം. എന്നാൽ അവരുടെ സ്ഥാനങ്ങളിൽ ആദ്യം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 2ാം സ്ഥാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാം, 3 മൂസ നബി അലൈഹി സ്വലാം, 4 ഈസ നബി അലൈഹി സ്വലാം, 5 നൂഹ് നബി അലൈഹി സ്വലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഒരുപാട് കള്ളപ്രവാചകന്മാർ രംഗത്ത് വന്നതും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പ്രവാചകത്വം വാദിച്ചു വന്നവരുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷവും പ്രവാചകത്വം വാദിച്ചു വന്നവരുമുണ്ട് എന്ന വിഷയം പറഞ്ഞിരുന്നു. അതിൽ 2 ആൾക്കാർ നമ്മൾ പറഞ്ഞു. മുസൈലിമത്ത് ബിൻ ഹബീബ് എന്ന മുസൈലിമത്തുൽ കദ്ദാബ്, സജ്ജ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സജ്ജ, പിന്നീട് ഇസ്ലാം സ്വീകരിച്ച സജ്ജ, അത് പ്രവാചകത്വം വാദിച്ചു വന്ന പെണ്ണാണ്. പിന്നെ നമുക്കിന്ന് പറയാനുള്ളത് അസ്വദുൽ അനസിയെയും തുലൈഹത്ത് ബിൻ ഖുവൈലിദുൽ അസ്സദി. ഇവർ പ്രവാചകൻ്റെ കാലത്ത് പ്രവാചകത്വം വാദിച്ചു വന്ന ആളാണ്. പിന്നെ ആധുനിക കാലഘട്ടത്തിൽ പ്രവാചകത്വം വാദിച്ച
ഇന്ത്യക്കാരനായ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. പിന്നെയും വേറെയുണ്ട് വാരിസ് ബിൻ ഫർദ് മുഹമ്മദ് അമേരിക്കക്കാരൻ, സ്വലാഹ് ഷുഐഷ് മിസ്ർ, മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ഖഹ്താനി സൗദി അറേബ്യ, സുറയ്യ മൻകൂഷ് യമൻ പെണ്ണാണത്, റഷാദ് ഖലീഫ മിസ്ർ, സെയ്ദ് തലബ. ഇങ്ങനെ ആധുനിക കാലഘട്ടത്തിൽ പ്രവാചകത്വം വാദിച്ചു വന്ന ആളുകൾ. അവരിൽ നമ്മളെ ഇന്ത്യക്കാരനായ മിർസ ഗുലാം അഹമ്മദ് ഖാദിനെ കുറിച്ചാണ് നമ്മൾ കുറച്ച് പറയുന്നത്. അതുപോലെ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ പ്രവാചകത്വം വാദിച്ച അസ്വദുൽ അനസിയെ പറ്റിയും തുലീഹത്ത് ബിൻ ഖുവൈലിദ് അസ്സദിയെ പറ്റിയും കുറിച്ച് പറയാം. അതിനുമുമ്പ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ കഥകൾ എന്തിനു വേണ്ടി പറയുന്നു എന്നതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് വറുസുലൻ ഖദ ഖസസ്നാഹും അലൈക മിൻ ഖബൽ വറുസുലൻ ലം നഖ്സുസ്ഹും അലൈക. അല്ലാഹുവിൻ്റെ പ്രവാചകനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അല്ലാഹു പറയുന്നു, നബിയെ അങ്ങേക്ക് നാം കഥ പറഞ്ഞു തരുന്ന നബിമാരുണ്ട്, കഥ പറഞ്ഞു തരാത്ത നബിമാരുണ്ട്. 1,24,000-ഓളം നബിമാരിൽ 25 നബിമാരുടെ കഥ മാത്രമേ അള്ളാഹു ഖുർആനിൽ നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെ കഥ പറഞ്ഞു തരുന്നത് ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിച്ചെടുക്കാനുള്ള ഒരുപാട് പാഠങ്ങൾ ഈ കഥകളിലുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അവരുടെ പേര് നമ്മൾ പഠിച്ചെടുക്കൽ നിർബന്ധമാണ്. 25 നബിമാരുടെ പേര്. ഏറ്റവും കൂടുതൽ 11 പേര് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിൽ തന്നെ പറഞ്ഞു. അത് സൂറത്തുൻ നിസായിലെ 163-ാമത്തെ ആയത്തിൽ ഒരു നബിയുടെ 11 നബിമാരുടെ പേര് ഒരൊറ്റ ആയത്തിൽ. അതാണ് ആദ്യം ഓതിവെച്ച ആയത്ത്. നമ്മൾ ഈ ചർച്ച കൊണ്ട് പോകുന്നത് ഖുർആനിൽ പറയപ്പെട്ട പ്രവാചകന്മാരുടെ കഥകൾ ബൈബിളിൽ കെട്ടുകഥ രൂപത്തിൽ ചില മാറ്റത്തിരുത്തലുകളൊക്കെ വരുത്തിയിട്ട് ബൈബിളിൽ അത് പറയുന്നുണ്ട്. അപ്പം അത് ബൈബിളിലെ കള്ളക്കഥകളും ഖുർആൻ്റെ ശരിയായ കഥകൾ ഹദീസിൻ്റെ വെളിച്ചത്തിൽ കൊണ്ടുവരികയാണ്. 25 നബിമാരുടെ പേരാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്. അതിൽ 136 തവണയാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര്. 136 തവണ മൂസ നബി അലൈഹി സ്വലാമിൻ്റെ പേരാണ് ഖുർആനിൽ ഏറ്റവും കൂടുതൽ പറയപ്പെട്ട പ്രവാചകൻ മൂസ നബിയാണ്. ബാക്കിയുള്ളവരൊക്കെ 100-ൽ താഴെയാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം 136 തവണ. ബൈബിളിൽ മോസസ് എന്ന് പറയും മൂസ നബിയെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 69 തവണ അബ്രഹാം എന്നും ബൈബിളിൽ പറയും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 43 പ്രാവശ്യം നോഹ എന്ന് പറയും. യൂസുഫ് നബി അലൈഹി സ്വലാം 27 തവണ ജോസഫ് എന്നും പറയും ബൈബിളിൽ. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം 27 തവണ ലോത്ത് എന്ന് ബൈബിളിൽ പറയും. ആദം അലൈഹി സ്വലാത്തു വസ്സലാം 25 തവണ ആദം എന്ന് തന്നെയാണ് ബൈബിളിലും. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം 25 തവണ ജീസസ്. ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം 20 ആറോൻ. ഇസ്ഹാഖ് അലൈഹി സ്വലാം 17 ഐസക്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം 17 സോളമൻ. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം 16 ജാക്കോബ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 16 ഡാവിഡ്. ദാവൂദ് നബി അവർ കിങ് ഡാവിഡ് എന്നാണ് പറയുക. കിങ് ഡാവിഡ്, കിങ് സോളമൻ. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം 12 ഇസ്മായിൽ. പിന്നെ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 11 തവണ. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 10 തവണ. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 9 തവണ. ഈ 3 പ്രവാചകന്മാരെയും ബൈബിളിൽ കഥകൾ ഇല്ല. അവരെ പ്രവാചകരായിട്ട് ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്നില്ല. ഷുഐബ് നബി അലൈഹി സ്വലാമും സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വൈല മദിയന അഖാഹും ഷുഐബ, മദിയൻ പ്രദേശത്തേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ് ഷുഐബ് നബി അലൈഹി സ്വലാം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഫൂറ എന്ന ഭാര്യയുടെ പിതാവാണ് ഷുഐബ് നബി. അമ്മോഷായിട്ട് വരും. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അഹ്ഖാഫ് പ്രദേശത്തേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ് ഹൂദ് നബി അലൈഹി സ്വലാം. ഹൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ഖബറുള്ളത് സലാലയിലാണ്, ഒമാനിലെ സലാല. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജോർദാൻ പരിസരത്തുള്ള പെട്ര എന്ന സ്ഥലത്തേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവരാണ് യത്തഖിദൂന മിനൽ ജിബാലി ബുയൂത, പർവ്വതങ്ങൾ തുരന്ന് വീടുണ്ടാക്കിയിരുന്നവരാണ് പെട്ര. നെറ്റിലടിച്ചു കൊടുത്താൽ കാണും പെട്ര. അവിടെ ഉള്ള അവർ ഉണ്ടാക്കിയതായ ഇപ്പോഴത്തെ വീടുകൾ. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹ ഗോത്രക്കാർ നിർമ്മിച്ച വീടുകൾ ഇപ്പോഴും കാണാം.
അവതാരം ഷുഐബ് നബിയുടെയും ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും സ്വാലിഹ് നബിയുടെയും പേരുകൾ ബൈബിളിൽ അവിടെ കഥകൾ പറയുന്നില്ല. പിന്നെയുള്ള സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് 7 പ്രാവശ്യം സക്കരിയ എന്ന് ബൈബിളിൽ പറയും. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം 5 തവണ, ജോൺ ദി ബാപ്റ്റിസ്റ്റ് എന്നും യോഹന്നാൻ എന്നും ബൈബിളിൽ കാണും. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 4 തവണ, ജോബ് എന്നാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം 4, ജോന. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ 4, മുഹമ്മദ് എന്നും അഹ്മദ് എന്നും ബൈബിളിലുണ്ട്. ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാം 2, എനോഹ് എന്നാണ് ഇദ്രീസ് നബിയെ ബൈബിളിലുള്ളത്. ദുൽകിഫിൽ അലൈഹി സ്വലാം 2 പ്രാവശ്യം, എസക്കീൽ എന്ന് ബൈബിളിൽ കാണാം. ഇല്യാസ് അലൈഹി സ്വലാത്തു വസ്സലാം 2 പ്രാവശ്യം, എലീജ അല്ലെങ്കിൽ ഏലിയാഹു എന്ന് ബൈബിളിൽ കാണാം. അല്യസ അലൈഹി സ്വലാത്തു വസ്സലാം 2 പ്രാവശ്യം, എലീഷ എന്ന് ബൈബിളിൽ കാണാം. ഇങ്ങനെയാണ് പ്രവാചകന്മാരുടെ വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ടവരുടെ പേരുകൾ. പേരില്ലാത്ത രൂപത്തിലും ചില അടയാളങ്ങളായിട്ട് ഒബിനു മറിയമിൻ്റെ മകൻ എന്ന് ഈസ നബി അലൈഹി സ്വലാമിനെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കൂട്ടില്ല, പേര് മാത്രമായിട്ട് ഇങ്ങനെയാണ് എൻ്റെ കണക്ക്. അഹ്മദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് വന്നിട്ടുണ്ട്. മുഹമ്മദ് എന്ന് 4 പ്രാവശ്യം, അഹ്മദ് എന്ന് 1 പ്രാവശ്യം. മുഹമ്മദ് എന്ന് നബിയുടെ പേര് 4 തവണയും അഹ്മദ് എന്ന് 1 തവണയും വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഖുർആനിൽ പേര് പറയപ്പെട്ട പ്രവാചകൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. 136 തവണയാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഥ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ആദ്യത്തെ പ്രവാചകൻ, ആദ്യത്തെ നബി അലൈഹി സ്വലാം, ആദ്യത്തെ റസൂൽ നൂഹ് നബി, അവസാനത്തെ റസൂലും അവസാനത്തെ നബിയും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ റസൂലും നബിയാണ്, എല്ലാ നബിയും റസൂലല്ല. എല്ലാ റസൂലും നബിയാണ്, എല്ലാ നബിയും റസൂലല്ല. റസൂല് 313 ആൾക്കാർ, 313 ആൾക്കാർ മാത്രം. സൂറത്തുൽ അഹ്സാബിൽ മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ വകാനല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അന്ത്യപ്രവാചകൻ. ആ പ്രവാചകന് ശേഷം ഇനിയൊരു നബിയും വരാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി നുബുവത്ത് അവസാനിച്ചു, റിസാലത്ത് കഴിഞ്ഞു. ഇനി വരാനുള്ള ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരാനുണ്ട്. അവസാന കാലഘട്ടത്തിൽ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് ശരീഅത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശരീഅത്തിനെ അനുസരിച്ച് ഇവിടെ ഉണ്ടാകും, ഭരണം നടത്തും. പ്രവാചകനായിട്ടല്ല, ഖലീഫത്തു റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട്, ഖലീഫയായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. പ്രവാചകത്വം എന്നുള്ള ആ ഒരു ഇത് നഷ്ടപ്പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരലോടുകൂടി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജീവിതകാലത്ത് തന്നെ പ്രവാചകത്വം വാദിച്ചു വന്ന ആളായിരുന്നു മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി. മുസൈലിമത്തുൽ കദ്ദാബിനെ വഹ്ശിയാണ് കൊലപ്പെടുത്തുന്നത്. വഹ്ശി, ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ ഭൂമിയിലെ ഏറ്റവും നല്ല ആളെയും വധിച്ചിട്ടുണ്ട്, ഹംസ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഭൂമിയിലെ ഏറ്റവും ഷർറായ ആളെയും ഞാൻ വധിച്ചിട്ടുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബിനെ കൊന്നു കളഞ്ഞു വഹ്ശി. പിന്നെ ഈ മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ വധം കാരണം, അതേപോലെ തുലൈഹത്തിൻ്റെയും അസ്വദുൽ അനസിൻ്റെ ഒക്കെ പതനം കാരണം സജ്ജാഹ് എന്ന പെണ്ണ് പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അവൾ പിന്നെ മുസ്ലിമായിട്ടാണ് മരിക്കുന്നത്. സ്വഹാബിയായിട്ടില്ല, താബിയായിട്ടുണ്ട്. സഹാബാക്കളുടെ കാലത്ത് പിന്നെ ഇസ്ലാം സ്വീകരിച്ചു. പ്രവാചകത്വം വാദിച്ച പെണ്ണായിരുന്നു, ഇസ്ലാം സ്വീകരിച്ചു, പിന്നെ ഇസ്ലാമിലായിട്ട് തന്നെ മരിക്കുന്നു. ഇനി നമ്മൾ പറയുന്നത് അസ്വദുൽ അനസി യമനിലെ സൻആ എന്ന സ്ഥലത്താണ് പ്രത്യക്ഷപ്പെടുന്നത്. സൻആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നത്തിൽ നബി തങ്ങളുടെ കയ്യിൽ 2 സ്വർണത്തിൻ്റെ വളകൾ അണിയിക്കപ്പെട്ടതായിട്ട് നബി തങ്ങൾക്ക് സ്വപ്നം കണ്ടു.
നബി തങ്ങൾക്ക് ഇതൊരു പ്രയാസമായി. സ്വർണം നബിയോട് വഹി കിട്ടി ഊതാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് ഊതിയിട്ടാകുമ്പോൾ ഈ 2 സ്വർണം പാറിപ്പോവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിന്നെ വഹി അറിയിച്ചു കൊടുത്തു. അത് ഒന്ന് യമാമയിലെ മുസൈലമത്തുൽ കദ്ദാബും മറ്റൊന്ന് സൻആയിലെ അസ്വദുൽ അനസിയും പ്രവാചകത്വം വാദിച്ച് നബി തങ്ങളുടെ കാലത്ത് വരും എന്ന്. അപ്പോൾ യമനിലെ സൻആ എന്ന സ്ഥലത്താണ് അസ്വദുൽ അനസി എന്നാൾ പ്രത്യക്ഷപ്പെടുന്നത്. ഇയാളും ആദ്യം പ്രവാചകത്വം വാദിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. ഇവർ ബനു അബ്സ് എന്ന ഗോത്രം ഇദ്ദേഹത്തെ പിൻപറ്റുകയും പിന്നീട് ബനു മുദ്ഹജ് ഗോത്രത്തിലെ ചില ആളുകളും ഇദ്ദേഹത്തെ പിൻപറ്റുകയുണ്ടായി. ഇയാളുടെ യഥാർത്ഥ പേര് അബ്ലഹത്ത് ഇബ്നു കഅബ് എന്നായിരുന്നു. എപ്പോഴും മുഖംമൂടി, കറുത്ത മുഖംമൂടി ധരിച്ച് നടക്കുന്ന ആളായതുകൊണ്ട് അസ്വദ്, കറുപ്പ് ധരിച്ച ആൾ എന്ന പേരിൽ അങ്ങനെയാണ് പേര് കിട്ടിയത്, അസ്വദുൽ അൻസി. ജ്യോത്സ്യപ്പണി ചെയ്തിരുന്ന ആളായിരുന്നു. അങ്ങനെ ഇയാളുടെ ഈ പൈശാചികത കൊണ്ട് കുറേ അത്ഭുതങ്ങൾ കാണിച്ച് ആളെ എന്താക്കി ഇയാൾ വശീകരിക്കാൻ വേണ്ടി തുടങ്ങി. ഹജ്ജത്തുൽ വിദാഇൻ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങി വന്നതിന് ശേഷമാണ് ഇയാൾ പ്രവാചകത്വം വാദിച്ച് ആദ്യമായിട്ട് രംഗത്ത് വരുന്നത്. ഇയാളുടെ സപ്പോർട്ട് ചെയ്യാൻ, ഇയാളെ സഹായിക്കാൻ വേണ്ടി മുദ്ഹജ്, നജ്ഹാൻ എന്നീ ഗോത്രക്കാരും ഇയാൾക്ക് പൂർണ്ണമായ സപ്പോർട്ടും സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യമനിൽ അംർ ഇബ്നു ഹസം റളിയല്ലാഹു അൻഹുവിനെയും അതേപോലെ ഖാലിദ് ഇബ്നു സഈദ് റളിയല്ലാഹു തആല അൻഹുവിനെയും അവരുടെ നേതൃസ്ഥാനത്ത് നിയമിച്ചിരുന്നു നബി തങ്ങൾ. ഇവരെ അസ്വദുൽ അനസി പുറത്താക്കുകയും തൽസ്ഥാനത്ത് ഇയാൾ തന്നെ സ്വയം അവരോധമാവുകയും ചെയ്തു. അതോടുകൂടി അസ്വദുൽ അനസി സൻആയിൻ്റെ അധികാരം ഏറ്റെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിശ്ചയിച്ചിരുന്ന മഹാരിജ് ബിൻ ഉമയ്യ റളിയല്ലാഹു തആല അൻഹുവിനെയും അവിടെ നിന്നും പുറത്താക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം ബാധിക്കുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ പനി ബാധിച്ചതോടുകൂടി അസ്വദുൽ അനസി അദ്ദേഹത്തിന് പ്രവാചകത്വവാദം കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഫൈറൂസ് ദുലൈമി എന്നവരുടെ കരങ്ങളാൽ ഇദ്ദേഹം കൊല്ലപ്പെടുന്നു. നബി തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്വദുൽ അനസിയെ രക്ഷിപ്പിക്കുന്നുണ്ട്. അതാണ് ഇയാൾ. പിന്നെ വന്ന ആളാണ് ഖുലൈഫ ബിൻ ഖുവൈലിദുൽ അസദി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ വന്ന ആളാണ്. തുലൈഹത്ത് ബിൻ ഖുവൈലിദുൽ അസദി. ഹിജ്റ 11 എന്നൊരഭിപ്രായം, അതായത് AD 632. അദ്ദേഹം മരണപ്പെടുന്നത് 642 ഒരഭിപ്രായം ഇദ്ദേഹം ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്, മുസ്ലിമായിട്ടുണ്ട് എന്നാണ്. മുർത്തദ്ദായിട്ട് പോയിട്ട് പിന്നെ ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് മുസ്ലിമാവുകയും നബിയെ കണ്ട് മുസ്ലിമായി, അങ്ങനെ സ്വഹാബിയായി. പിന്നെ ഇസ്ലാമിന് പുറത്തു പോയി നുബുവത്ത് വാദിച്ചു. പിന്നീട് എന്തായി, ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വന്നു. ആദതുലൈഹ ബാദ ദാലിക വ അസ്ലമ വ ഹസ്സുന ഇസ്ലാമുഹു. പിന്നെ ഉംറ ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ, പിന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ പിന്നെയും പോയി. പക്ഷെ ഉമർ റളിയല്ലാഹു കൂട്ടാക്കില്ല. കാരണം നബിൻ്റെ കാലത്ത് പ്രവാചകത്വം വാദിച്ചു വന്നു. അതോടൊപ്പം കുറച്ച് സ്വഹാബാക്കളൊക്കെ കൊന്നിട്ടുണ്ട് ആ സമയത്ത്. ഉമർ റളിയല്ലാഹു ഉക്കാശ റളിയല്ലാഹുവിനെയും സാബിത്ത് ബിൻ അർഖം റളിയല്ലാഹുവിനെയൊക്കെ ഇയാളുടെ നേതൃത്വത്തിൽ കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹി ലാ ഉഹിബ്ബുക അബദ, നിന്നെ ഒരിക്കലും എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റൂല എന്ന് ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്. ഏതായാലും ഇയാൾ ഇസ്ലാമിലേക്ക് വരികയും അങ്ങനെ ഇസ്ലാമിലായിട്ട് തന്നെയാണ് ഇദ്ദേഹം മരിക്കുന്നത്. നഹാവന്ത് യുദ്ധത്തിൽ ഹിജ്റ 21 ഇദ്ദേഹം വഫാത്താവുന്നത്. ഇവരൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പ്രവാചകത്വം വാദിച്ചു വന്ന ആൾ.
ഇനി നമ്മൾ പറയുന്ന ഇന്ത്യക്കാരനായ ഖാദിയാനിസത്തിൻ്റെ അല്ലെങ്കിൽ അഹമ്മദിയ ജമാഅത്തിൻ്റെ ഒക്കെ സ്ഥാപകനായ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന കള്ളപ്രവാചകൻ്റെ കഥ, അവരുടെ ചരിത്രമാണ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് നിർമ്മിത വ്യക്തിയായിരുന്നു. ഇദ്ദേഹം ചുരുക്കത്തിൽ ബ്രിട്ടീഷുകാരോട് സപ്പോർട്ടും അവരോട് താല്പര്യവും അങ്ങനെയൊക്കെയായി ബ്രിട്ടീഷ് നിർമ്മിത ആളായിരുന്നു. അപ്പോൾ ഇയാളുടെ വാദത്തിനും ഇയാളെ സാമ്പത്തികമായും മറ്റും സഹായിക്കാൻ ബ്രിട്ടീഷുകാർ തന്നെ ഉണ്ടായിരുന്നു. പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയിൽപ്പെടുന്ന ഖാദിയാൻ ഗ്രാമത്തിലാണ് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി ജനിക്കുന്നത്. AD 1839. ഇയാൾ മുഗൾ വംശ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ഫാത്തിമ ബീവിയുടെ പരമ്പരയിലാണ് താനെന്ന് ഇയാൾ വാദിക്കുകയുണ്ടായി. എൻ്റെ പരമ്പര എത്തിച്ചേർന്നത് ഫാത്തിമ ബീവിയിലേക്കാണെന്ന് വാദിച്ചത്. സ്വയം തങ്ങൾ ആയിട്ട് അവരോധിച്ചു ആദ്യം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ പിതാമഹനായ മിർസ ഗുൽ മുഹമ്മദ് മുഗൾ ഭരണകാലത്ത് പഞ്ചാബിലെ 85ഓളം ഗ്രാമങ്ങളുടെ ഭരണാധികാരിയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പുത്രൻ മിർസ അത്താ മുഹമ്മദ് പിന്നീട് ഇങ്ങനെ കൈമാറ്റം വന്ന് ഇയാളിലേക്ക് അതൊക്കെ എത്തുകയുണ്ടായി. 857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് അദ്ദേഹം പ്രവർത്തിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാരോടൊപ്പം അവരോടൊപ്പം കൂട്ടായി. ഇയാൾ ആദ്യം ചെയ്യുന്നത്, ഇയാളുടെ ആദ്യത്തെ വാദം എന്ന് പറഞ്ഞാൽ മുജദ്ദിദ് എന്ന പേരിലാണ്, ഒരു നവോത്ഥാന നായകൻ എന്ന പേരിലാണ് ഇയാൾ ആദ്യം രംഗത്ത് വരുന്നത്. പിന്നെ മിർസ ഗുലാം വാഗ്ദത്ത മഹദിയായി, പിന്നെ ഈസ മസീഹായി, പിന്നെ പ്രവാചകൻ്റെ പ്രതിപുരുഷനായി, പിന്നെ പ്രവാചകൻ തന്നെയായി, പിന്നെ ദൈവാവതാരായി, അവസാനം ദൈവം ആയിട്ട് പോലും മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി വാദിച്ചിട്ടുണ്ട്. 1879 മുതലാണ് അദ്ദേഹത്തിൻ്റെ ഈ വിചിത്രമായ ആശയങ്ങൾ ഇന്ത്യയിൽ രൂപപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹദീസുണ്ട്, ഓരോ നൂറ്റാണ്ടിലെയും തുടക്കത്തിൽ ആ നൂറ്റാണ്ടിനെ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുജദ്ദിദിനെ അള്ളാഹു നിയോഗിക്കും എന്ന നബി തങ്ങളുടെ ഹദീസിനെ പിടിച്ച് ഈ കാലഘട്ടത്തിൽ, അതായത് 21-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദായിട്ട് അള്ളാഹു നിയോഗിച്ചത് എന്നെയാണെന്ന് അദ്ദേഹം സ്വയം വാദിക്കുകയുണ്ടായി. ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ രചിക്കുകയും അതിലൂടെ ഇദ്ദേഹത്തിൻ്റെ വികലമായ ആശയങ്ങളെ പ്രചരിപ്പിക്കുകയും ചെയ്തു. പിന്നെ മസീഹ് വാദം നടത്തി. ഇയാൾ ദജ്ജാലിനൊരു സമൂഹമായിട്ടാണ് ഇയാൾ കണ്ടത്. ഇയാളുടെ വാദം അങ്ങനെയാണ്. അത് ക്രിസ്ത്യാനികളെയാണ് ദജ്ജാൽ എന്ന് ഇയാൾ വിളിക്കുകയും ക്രിസ്ത്യാനികളോട് ധാരാളം വാദപ്രതിവാദം നടത്തുകയും ചെയ്തു. അതുകൊണ്ട് ഇയാൾ എന്ത് പറഞ്ഞു, ദജ്ജാലിനെ കീഴ്പ്പെടുത്താൻ വരുന്ന ആളാണ് ആര്? ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ ദജ്ജാൽ എന്ന് ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞിട്ട്, ദജ്ജാൽ എന്നാൽ ക്രിസ്ത്യാനികളാണ്, അതുകൊണ്ട് ക്രിസ്ത്യാനികളോട് വാഗ്വാദം നടത്തി അവരെ പരാജയപ്പെടുത്തി. അതുകൊണ്ട് ഞാനാണ് മസീഹ് എന്ന് ഇയാൾ എന്തായി സ്വയം പ്രഖ്യാപിച്ചു. വാഗ്ദത്ത മഹ്ദി ഇമാമായിട്ടും ഇയാൾ രംഗപ്രവേശനം നടത്തിയിരുന്നു. ഇയാൾ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നത്, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തേക്ക് ഉയർന്നു പോയെങ്കിലും പിന്നെ കശ്മീരിലേക്ക് ഇറങ്ങി അവിടെ വെച്ച് മരണപ്പെട്ടു എന്നാണ് ഇയാളുടെ വാദം. ഈസ നബി അലൈഹി സ്വലാം കശ്മീരിൽ വെച്ച് ഈസ കശ്മീരിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്തേക്ക് ഉയർന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി. പിന്നീട് നമ്മുടെ വിശ്വാസം ദജ്ജാലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈസാ നബി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി വാദിക്കുന്നത് കശ്മീരിൽ ഈസ പിന്നീട് ഇറങ്ങുകയും കശ്മീർ വെച്ച് മരണപ്പെടുകയും ചെയ്തു. ഇനിയുള്ള ഈസ ആരാണ്? ഞാനാണ്. ദജ്ജാലിനെ കൊല്ലാനും മറ്റും വന്ന ഈസ ആരാണ്? ഞാനാണ് എന്നാണ് ഇദ്ദേഹം വാദിക്കുന്നത്. അഹ്മദ് എന്ന
പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അഹ്മദ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പേരാണ്. മുഹമ്മദ് എന്ന് 4 പ്രാവശ്യവും അഹ്മദ് എന്ന് 1 പ്രാവശ്യവും. സൂറത്ത് സഫിലെ 6-ാമത്തെ ആയത്തിൽ വഇദ് ഖാല ഈസ ഇബ്നു മറിയം യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. എനിക്ക് ശേഷം അഹ്മദ് എന്ന് പേരുള്ള ഒരു പ്രവാചകൻ വരാനുണ്ട്. ആ പ്രവാചകനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വന്നത് എന്ന് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനൂ ഇസ്രായേലുകാരോട് പറയുന്ന ഒരു സംഭവം ഖുർആനിൽ പറയുന്നുണ്ട്. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി പറഞ്ഞു, ആ അഹമ്മദ് ആരാണ്? ഞാനാണ്, ഈ അഹമ്മദാണ് എന്ന് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അങ്ങനെ വാദിക്കാനും തുടങ്ങി. ഇയാളുടെ ചില വിചിത്രമായ, നമ്മുടെ കേരളത്തിലും ഖാദിയാനിസമുണ്ട്. കേരളത്തിൽ കോഴിക്കോട് ഒക്കെ ഉണ്ട്, അവരുടെ പള്ളിയുണ്ട് ഖാദിയാനികൾക്കുള്ള. ആലുവയിലുണ്ട്, കോഴിക്കോട് ബീച്ചിലേക്ക് പോകുന്ന ഭാഗത്തുണ്ട്, തിരിഞ്ഞ ഭാഗത്തുണ്ട്. അവരുടെ വിശ്വാസം വേറെയാണ്, അവരുടെ നോമ്പും കാര്യങ്ങളൊക്കെ വേറെയാണ്. അവരുടെ ചില വിചിത്രമായ വിശ്വാസങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നത് പറഞ്ഞാൽ എന്തെങ്കിലും എവിടെയെങ്കിലും അബദ്ധത്തിൽ പെട്ടു പോകരുത് എന്ന നിലയ്ക്ക് ഇങ്ങനെയൊക്കെ വിശ്വാസം ഉള്ള ആയിരുന്നു ആര്? മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിൻ്റെ അവർ മുസ്ലിം ലോകം ഒന്നടങ്കം കാഫിരിങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിയ വിഭാഗമാണ് ഖാദിയാനിസം മൊത്തം. അവരുടെ വിശ്വാസം ഒന്ന്, നിസ്കാരം, നോമ്പ്, ഉറക്കം, ലൈംഗിക ബന്ധം എന്നിവയെല്ലാം അള്ളാഹുവിനിക്ക് ഉണ്ട് എന്ന് ഇവരുടെ വിശ്വാസം ഒന്ന്. നമ്മൾ നിസ്കരിക്കുന്ന പോലെ അള്ളാഹു നിസ്കരിക്കും, നമ്മൾ നോമ്പ് കൊടുക്കുന്ന പോലെ അള്ളാഹു നോമ്പ് കൊടുക്കും. അതേപോലെ ലൈംഗിക ബന്ധം, ഉറക്കം, ഇതൊക്കെ ആർക്കുണ്ട്? അള്ളാഹുവിനിക്കുണ്ട് എന്ന വിശ്വാസം. മലക്കുകൾ എന്ന് പറയുന്നത് നക്ഷത്രങ്ങൾക്കാണ് എന്നാണ് ഇവരുടെ 2ാമത്തെ വാദം. മലക്കുകൾ എന്നാൽ ആകാശത്ത് നക്ഷത്രമാണ്. 3, പ്രവാചകന്മാർ വ്യാജം പറയുന്നവരായിരുന്നു, അവർ പ്രവാചകന്മാർ കള്ളവും പറയും. 4, യൂസുഫ് നജ്ജാറിൻ്റെ മകനാണ് ഈസ ബിൻ മറിയം. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആരില്ല? ഉപ്പയില്ല. ഈസ നബിക്ക് ഉപ്പയില്ല. ഇയാളുടെ വാദം യൂസുഫ് നജ്ജാറിൻ്റെ മകനാണ് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം വഞ്ചനയും ചതിയും നടത്തി. ആര്? ഈസ നബി അലൈഹി സ്വലാം. ഈസ അലൈഹി സ്വലാം മദ്യം കഴിച്ചത് കൊണ്ടാണ് യൂറോപ്യർ മദ്യം ഇന്ന് കഴിക്കുന്നത്. കുരിശിൽ നിന്ന് ഈസ അലൈഹി സ്വലാം രക്ഷപ്പെട്ടോടുകയും പിന്നെ ഒളിച്ചോടി കശ്മീരിലെത്തുകയും അവിടെ വെച്ച് സ്വാഭാവികമായ മരണം നടത്തുകയും ചെയ്തു എന്നാണ് ഇവിടെ ഒരു വാദം. 5, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പ്രവാചകനല്ല. മുഹമ്മദ് നബിക്ക് ശേഷവും ആവശ്യാനുസാരണം അള്ളാഹു പ്രവാചകന്മാരെ അയച്ചുകൊണ്ടേയിരിക്കും. 6, മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി പ്രവാചക ശ്രേഷ്ഠനാണ്. വഹിയുമായി ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്തുകയും ഇംഗ്ലീഷ് ഭാഷയിലടക്കം വഹി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് വാദം. 7, ഖുർആനും ഹദീസും മൊത്തത്തിൽ അംഗീകരിക്കാമെങ്കിലും അതിന് വിശദീകരണം തരേണ്ടത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന്. 8ാമത്തത്, മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ അടക്കം ചെയ്യപ്പെട്ട ഖാദിയാൻ ഗ്രാമമാണ് മക്ക, മദീന എന്നിവയേക്കാൾ ശ്രേഷ്ഠമായുള്ള സ്ഥലം. അവിടെ നടക്കുന്ന വാർഷിക സമ്മേളനമാണ് ഹജ്ജ്. 9, ഖാദിയാനി ആശയം സ്വീകരിക്കാത്തവർ കാഫിറുകളാണ്. അതുപോലെ അഹമ്മദിയ വിഭാഗം, അഹമ്മദിയ ജമാഅത്ത്, അവരിൽ പെട്ടവരല്ലാത്ത ആര് മരിച്ചാലും അവരുടെ മേൽ നിസ്കരിക്കാൻ പാടില്ല, അവരുമായി ബന്ധത്തിൽ ഏർപ്പാടൊന്നും പാടില്ല എന്നാണ് വാദം. 10, ജിഹാദ് നിഷിദ്ധമാണ്, യുദ്ധം നിഷിദ്ധമാണ്. മതത്തിന് വേണ്ടി വാളെടുക്കുന്നവൻ പാപിയാണ്. യുദ്ധം എന്ന സംഗതി മൻസൂഖായ, ഇനി എന്തില്ല? യുദ്ധമില്ല. യുദ്ധം എന്ന സംഗതി ദുർബലപ്പെട്ടിരിക്കുന്നു. 11, എല്ലാത്തരം വ്യഭിചാരങ്ങൾക്കുമുള്ള ശിക്ഷ 100 അടിയാണ്. വിവാഹിതനാണെങ്കിലും വിവാഹിതനല്ലെങ്കിലും ഉള്ള ശിക്ഷ 100 അടി. നമ്മളെ ഇസ്ലാമിൽ അങ്ങനെയല്ല. ഇസ്ലാമിൻ്റെ ഹദ് എന്ന് പറഞ്ഞാൽ വിവാഹിതൻ അല്ല എങ്കിൽ 100 അടി, വിവാഹിതനാണെങ്കിൽ എറിഞ്ഞുകൊല്ലലാണ്. പക്ഷേ മിർസ ഗുലാം അവരുടെ വാദം വിവാഹിതനാണെങ്കിലും അല്ലെങ്കിലും വ്യഭിചാരത്തിനുള്ള ശിക്ഷ 100 അടി, എറിഞ്ഞുകൊല്ലേണ്ടതില്ല.
ജിന്നിനെ ഒക്കെ എതിർത്താനാണ്. ജിന്ന്, പിശാച്, സിഹിറിനൊക്കെ എതിർത്ത വിഭാഗമാണ്. ജിന്ന് എന്നത് വിദേശി, അപരിചിതൻ, വിദഗ്ധൻ എന്നൊക്കെയാണ് ജിന്ന് എന്നതിൻ്റെ അർത്ഥം ഇയാൾ കൊടുത്തത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഖുർആൻ പഠിച്ച ജിന്നുകളുടെ വിഷയം ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അയാൾ അർത്ഥം കൊടുത്തത് അന്യനാട്ടുകാരായ ക്രിസ്ത്യാനികൾ വന്നിട്ടെന്നായി പഠിച്ചു എന്നാണ്. ശൈത്താൻ എന്നതിന് അർത്ഥം ഇത് തന്നെയാണ്. 13 അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹു ഇവർ മിർസ ഗുലാം അഹ്മദ് ഖാദിയാനിയുടെ ചെരുപ്പ് വഹിക്കാൻ പോലും യോഗ്യരല്ല എന്നിവർ വിശ്വസിക്കുന്നു. 14 ലൈലത്തുൽ ഖദ്ർ എന്നത് ഒരു പ്രത്യേക രാത്രിയുടെ പേരല്ല, അന്ധകാര നിബിഡമായ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള ഖുർആനിൻ്റെ ഒരു അലങ്കാരിക പ്രയോഗം മാത്രമാണ് ലൈലത്തുൽ ഖദ്ർ. 15 സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ സുലൈമാൻ നബി സ്വലാത്തു വസ്സലാമിലേക്ക് ജിന്ന്, ശൈത്താൻ, പക്ഷി ഇവരൊക്കെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും എന്തല്ല, ശരിക്കുള്ളതല്ല. ജിന്നെന്ന് പറഞ്ഞാൽ നല്ല വിദഗ്ധരായ ജോലിക്കാർ, ശൈത്താൻ എന്ന് പറഞ്ഞാൽ മുങ്ങൽ വിദഗ്ധർ, അതുപോലെ പക്ഷികളെ പറയുന്നത് കുതിരപ്പടയാളി എന്നൊക്കെയാണ് ഇയാൾ അതിന് അർത്ഥം കൊടുക്കുന്നത്. ഹുദൂദ് എന്നത് ഒരു പക്ഷിയല്ല, ഹുദൂദ് ഒരു മനുഷ്യനായിരുന്നു, ആരല്ല, മരംകൊത്തിയല്ല. 16 സൂറത്തുൽ നംലിൽ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഉറുമ്പിനോട് സംസാരിച്ച കഥ പറയുന്നുണ്ട്. അവിടെ വാദിൻ നംല് എന്നാണ് പറയുന്നത്. അത് യമനിലെ ഒരു താഴ്വയുടെ പേരാണ്. എന്തല്ല, ഉറുമ്പുകളുണ്ട ആ കൂട്ടമല്ല. അതേപോലെ നംലിനോട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ നംല് എന്നുള്ളത് അവിടുത്തെ ആ ഗോത്രത്തിലെ ഒരു പെണ്ണിൻ്റെ പേരാണ് നംല്. ആ പെണ്ണിനോട് സംസാരിച്ചു എന്നാണ് ഇതിനർത്ഥം. 17 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ ഇസ്രാ മിറാജ് എന്നത് ഒരു യഥാർത്ഥ ആകാശത്തിലേക്ക് പോയതല്ല, അത് വെറും സ്വപ്നത്തിലൂടെയുള്ള യാത്ര മാത്രമായിരുന്നു എന്ന്. 18 സ്വർഗം നരകം എന്ന സംഗതിയേ ഇല്ല, അതൊക്കെ ആത്മാവിലുണ്ടാകുന്ന ഒരു പ്രത്യേക അവസ്ഥകൾ മാത്രമാണ്. 19 അന്ത്യനാളിൽ ദജ്ജാൽ പുറപ്പെടുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചത് യൂറോപ്യൻ ശക്തികളെക്കുറിച്ചാണ്, അല്ലാതെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ഒരു പ്രത്യേക വ്യക്തിയല്ല ദജ്ജാൽ. 20 ഖിയാമത്തിൻ്റെ അടയാളങ്ങൾപ്പെട്ട യൗജൂജ് മൗജൂജ് എന്നത് അമേരിക്കൻ നേതൃത്വത്തിലുള്ള മുതലാളിത്ത ചേരിയും സോവിയറ്റ് യൂണിയൻ്റെ കീഴിലുള്ള സോഷ്യലിസ്റ്റ് ചേരിയുമാണ്. ഒന്ന് സോഷ്യലിസവും മറ്റൊന്ന് ക്യാപിറ്റലിസവും. 21 അന്ത്യനാളിൽ ആകാശത്തൊരു എല്ലാ ഭൂമി മൊത്തം മൂടുന്നൊരു പുക വരും, ദുഖാൻ. സൂറത്ത് ദുഖാനിലുണ്ട്. അതിനെ ഇയാൾ വ്യാഖ്യാനിക്കുന്നത് ഫാക്ടറിയിൽ പൊങ്ങി വരുന്ന പുകയാണെന്ന്. 24 ദാബത്തുൽ അർള് ഖിയാമത്തിന് മുമ്പ് വരുന്ന മൃഗമാണ്. അതെന്താണ്? ട്രെയിൻ, തീവണ്ടിയാണ് എന്ന ഇങ്ങനെയുള്ള വിചിത്രമായ വാദവും അതേപോലെ വിശ്വാസമൊക്കെയാണ് ഇവർക്ക് ഉള്ളത്. മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി അവർക്ക് ഇറ്റലിയിൽ നിന്നൊക്കെ സഹായം കിട്ടിയിരുന്നു, ക്രിസ്ത്യൻ മിഷനറിമാരിൽ നിന്ന്. അയാളങ്ങനെ മരിക്കുന്നത് AD 1908 മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി മരിക്കുന്നത്. അത് ഒരഭിപ്രായം ആ ഭാഗത്ത്, ഇറ്റലി ആ ഭാഗത്ത് തന്നെ അതിൻ്റെ കേന്ദ്രം ഉണ്ടെന്നാണ് ഒരഭിപ്രായം. ഖാദിയാൻ അവിടെ തന്നെ കബറടക്കിയിട്ടുണ്ട് എന്നാണ്. അദ്ദേഹത്തെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അയാളുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. ഇതാണ് അയാൾ, പഞ്ചാബുകാരനാണ്. ഇതാണ് ഇന്ത്യയിൽ നിന്ന് വന്ന സിഖ് ഇന്ത്യയിൽ നിന്ന് വന്ന പ്രവാചകനായിട്ട് വാദിച്ചു വന്ന ആൾ. അദ്ദേഹം അവസാനം പ്രവാചകനെന്നും പിന്നെ അള്ളാഹുവിൻ്റെ ആത്മാവെന്നൊക്കെ ദൈവമായിട്ടൊക്കെ വാദിച്ചിട്ടുണ്ട്. ഏതായാലും കേരളത്തിലും അവരുടെ വിശ്വാസവും അതിൻ്റെ പ്രചാരകരും പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെന്താണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ വിഭാഗമാണ്. മുസ്ലിം മതങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകരും ഇല്ല.
അതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ തന്നെയാണ് വിശ്വസിക്കേണ്ടത്. ഏതായാലും പ്രവാചകന്മാർ 25 നബിമാരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. 25 നബിമാരാണ്. ആദമുൻ ഇദ്രീസു നൂഹുൻ ഹൂദുമ സാലിഹ് വ ഇബ്രാഹിം കുല്ലുൻ മുത്തബ ലൂത്തും വ ഇസ്മാഈലു ഇസ്ഹാഖുൻ കദ യാഖൂബു യൂസുഫ് വ അയ്യൂബു ഇഹ്തദ ശുഐബു ഹാറൂനു വ മൂസ വൽ യസഅ ദുൽകിഫ്ലി ദാവൂദു സുലൈമാനു ഇത്തബ ഇല്യാസു യൂനുസു സക്കരിയ യഹ്യ ഈസ വ ത്വാഹ ഖാതിമുൻ ദൗഗയ്യ. ഇങ്ങനെ 25 നബിമാരുടെ പേരാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതിൽ ആദ്യത്തെ നബിയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ പറയാം. അതിനുമുമ്പ് പ്രവാചകന്മാർക്ക് ഉണ്ടാവേണ്ടതും പ്രവാചകന്മാർക്ക് ഉണ്ടാവാൻ പാടില്ലാത്തതുമായ ചില വിശേഷണങ്ങളുണ്ട് അവരുടെ സ്വഭാവത്തിൽ. അംബിയാ മുർസലുകൾക്ക് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. അള്ളാഹ്ക്ക് ഉള്ളതും അള്ളാഹ്ക്ക് വാജിബായ സിഫത്തുണ്ട്, അള്ളാഹ്ക്ക് മുസ്തഹീലായ സിഫത്തുണ്ട്, അള്ളാഹുവിനിക്ക് ജായിസായ സിഫത്തുണ്ട്. അതേപോലെ നബിമാർക്കും വാജിബായ സിഫത്തുണ്ട്, മുസ്തഹീലായ സിഫത്തുണ്ട്, ജായിസായ സിഫത്തുണ്ട്. നമ്മൾ അറിയണം. ഒന്ന്, അവർക്ക് നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട വിശേഷണം. ഒന്ന്, സിദ്ഖ്, സത്യം പറയുക. എല്ലാ പ്രവാചകന്മാരും സത്യവന്മാരായിരിക്കും. കളവ് എന്നത് അവരിൽ ഉണ്ടാവുകയില്ല. 2, അമാനത്ത്, വിശ്വസ്തത, എന്തിനും ഏൽപ്പിക്കാൻ പറ്റുന്നവരായിരിക്കും. 3, ഫത്താനത്ത്, ബുദ്ധിപൂർവ്വത, അവർ ആ കൗമിലെ ഏറ്റവും ബുദ്ധിയുള്ള ആളായിരിക്കും പ്രവാചകൻ. തബ്ലീഗ്, എത്തിച്ചു കൊടുക്കും. അള്ളാഹു എന്ത് പറഞ്ഞാലും അതിനെന്താകണം, എത്തിച്ചു കൊടുക്കണം. അള്ളാഹുവിൻ്റെ സമ്മതമില്ലാതെ തിരിച്ചു വരാൻ പാടില്ല. അങ്ങനെ വന്നപ്പോഴാണ് യൂനുസ് ബിൻ മത്ത അലൈഹിസ്സലാമിനെ മീൻ വിഴുങ്ങിയ സംഭവങ്ങളൊക്കെ. അപ്പോൾ അള്ളാഹു എത്തിച്ചേക്കാൻ കൊടുത്തത് പറഞ്ഞ് അള്ളാഹുവിൻ്റെ സമ്മതമില്ലാതെ തിരിച്ചു വരാൻ പാടില്ല, അള്ളാഹുവിൻ്റെ സമ്മതത്തോടുകൂടി നിൽക്കേണ്ടി വരും. ഇത് റസൂലിനിക്ക് മാത്രമാണ് തബ്ലീഗ് എന്ന സിഫത്തുള്ളത്. റസൂലിനിക്ക്, നബിമാർക്ക് എന്തില്ല, എത്തിച്ചു കൊടുക്കലില്ല. പ്രബോധനം എന്നത് നബിമാർക്ക് ഇല്ല. അവർ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ ജീവിച്ച് കാണിക്കും. അവർക്ക് സുഹുഫ്, ഏടുകൾ കൊടുത്തിട്ടുണ്ടാകാം, ഏടുകൾ കിട്ടും, ചിലപ്പോൾ കിട്ടാതെയും വരാം. കിതാബില്ല, കിതാബ് മുർസലിങ്ങൾക്ക് മാത്രമാണ്. ഏടുകൾ കിട്ടിയേക്കാം. ഉദാഹരണം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ ആദം നബിൻ്റെ മകൻ ഷീസ് നബി, ശേഷം വന്ന ഇദ്രീസ് നബി, ഇവരൊക്കെ നബി മാത്രമാണ്. ആരല്ല, റസൂലല്ല. റസൂൽ എന്ന് തുടങ്ങുന്നത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലാണ് പിന്നെ റസൂൽ തുടങ്ങുന്നത്. അപ്പോൾ ആദം നബിക്കും ഷീസ് നബിക്കും ഇദ്രീസ് നബിക്കും ഒക്കെ അള്ളാഹു ഏട് കൊടുത്തിട്ടുണ്ട്. 10, 50, 30 ഏട് ഇവർക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ ജീവിച്ച് കാണിക്കും. പ്രബോധനം ചെയ്യുക എന്നുള്ളത് അവരുടെ മേൽ നിർബന്ധ ബാധ്യത ഇല്ല. അവരെയാണ് നബി എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും, പ്രബോധനം എന്നത് ഉണ്ടാവില്ല, എത്തിച്ചു കൊടുക്കുക. ഈ 4 എണ്ണമാണ് പ്രവാചകന്മാരുടെ. മോചിതത്വമൊക്കെ ഉണ്ടാവും, മോചിതത്വം കാര്യങ്ങളും ഉണ്ടാവും. പ്രബോധനം, ആളുകൾക്കിടയിൽ പോയിട്ട് പ്രബോധനം ചെയ്യുക, അതില്ല. അപ്പോൾ അവർ അള്ളാഹ് പറഞ്ഞ രൂപത്തിൽ എന്താകും, ജീവിക്കും. ഇവരുടെ ജീവിതം കണ്ടിട്ട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കും. പിന്നെ ഇവർക്ക് പാടില്ലാത്തത് കദിബ്, കളവും പറയുക പാടില്ല. ഖിയാനത്ത്, വഞ്ചന പാടില്ല. കിത്മാൻ, അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അതിനെ മറച്ചു വെക്കാം, അതും പാടില്ല. എന്ത് പറഞ്ഞാലും ചിലപ്പോൾ സ്വയം അള്ളാഹു ചിലപ്പോൾ ആക്ഷേപിച്ച് പറഞ്ഞതായിരിക്കാം, എന്നാലും അതെന്താവണം, പറഞ്ഞു കൊടുക്കണം. ഉദാഹരണം, അബസവത്തവല്ല അഞ്ചാ അഹുൽ ആമ ഒമായുദ്രീക്കല അല്ലഹു യസ്സക്ക. അബസവത്തവല്ല അഞ്ചാ അഹുൽ ആമ, കണ്ണു കാണാത്ത അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തും എന്ന സ്വാമി നബീൻ്റെ അടുക്കലേക്ക് വന്നു ഒരു അറിവ് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നബി തങ്ങൾ ഖുറൈശിലെ പ്രമുഖരോട് അവരെങ്ങനെയെങ്കിലും ഇസ്ലാമിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായി. അപ്പോൾ അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തും അള്ളാഹിൻ്റെ അടുക്ക് കയറി വന്നപ്പോൾ നബി തങ്ങൾ നെറ്റി ചുളിച്ചിങ്ങനെ മുഖം തിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പം തന്നെ അള്ളാഹിൻ്റെ ആയത്ത് വന്നു, നബി അങ്ങനെ മുഖം ചുളിച്ചെന്തായില്ല, ശരിയായിട്ടില്ല. അങ്ങനെ അടുക്കലേക്കൊരു അന്ധനായൊരു സ്വാമി വന്നപ്പോൾ നബി തങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു, നബി ആക്ഷേപിച്ച് പറഞ്ഞതാണ്, എന്നാലും നബി തങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഈ വഹീനെ മറച്ചു വെക്കാം, ആരും അറിയാൻ പോകുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനൊന്നും മറച്ചു വെക്കാൻ പാടില്ല.
നബിമാർ എന്താണ് സ്വയം ആക്ഷേപിക്കപ്പെട്ടവരാണെങ്കിലും അതും പറയേണ്ടി വരും. അപ്പോൾ കിത്മാൻ എന്ന സംഗതിയും നബിമാർക്കില്ല. അല്ല ഖിയാനത്ത്, വഞ്ചന, അതേപോലെ ബലാദത്ത്, ബുദ്ധിമാന്ദ്യം, ബുദ്ധിക്ക് എന്തെങ്കിലും കുറവ്, അതുമില്ല. അവരുടെ ശാരീരിക തളർച്ച ഉണ്ടാവാം, രോഗം ബാധിക്കാം. ഉദാഹരണം അയ്യൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ വർഷങ്ങളോളം രോഗത്തിലാവാം. സിഹിറും ബാധിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബാധിച്ചതുപോലെ. പക്ഷെ ഇതൊക്കെ ബാധിക്കുമ്പോഴും അവരുടെ ബുദ്ധിക്കോ അവർക്ക് വഹി ഇറങ്ങുന്നതിനോ ഒരു തടസ്സവും ഉണ്ടാവുകയില്ല. അവരുടെ ബുദ്ധി നഷ്ടപ്പെടുകയോ അല്ലെ ബുദ്ധിക്കൊരു മന്ദഗതി വരികയോ അതേപോലെ വഹി ഇറങ്ങുന്നതിന് തടസ്സമുണ്ടാവുകയോ ഇല്ല. അങ്ങനെ 4 വാജിബായ സിഫത്തും 4 അവർക്ക് തീരെ ഉണ്ടാവാൻ പാടില്ലാത്ത മുസ്തഹീലായ സിഫത്തും. പിന്നെ ജായിസായ സിഫത്ത് ഒന്നുണ്ട്. അതായത് അവർക്ക് രോഗം വരാം, ആരോഗ്യമുണ്ടാവാം, ഭക്ഷണം കഴിക്കാം, അതേപോലെ വിസർജനം നടത്താം, ഉറങ്ങാം. അതൊക്കെ ഇവർക്ക് എന്താണ് ജായിസായ സിഫത്താണ്. അതേപോലെ അവരുടെ പദവിക്ക് യോജിക്കാത്തതും അവരിൽ നിന്നുണ്ടാവില്ല. അങ്ങനെ അപ്പോൾ പ്രവാചകത്വം എന്ന ആ പദവിക്ക് അതിന് കോട്ടം വരുത്തുന്നു അല്ലെങ്കിൽ അതിന് ഒരു വരുത്തുന്ന സംഗതി അവരിൽ നിന്ന് ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ഈ വിഷയത്തിലുള്ളത്. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അതിൻ്റെ ശരിയായ രീതിയിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും നാഫിയ ഇൽമ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ചരിത്രം പറയാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.